നമസ്കാരം. ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ചരിത്ര ഫൈനലിൽ പ്രവേശിച്ചു. കരുത്തരായ ഗുജറാത്തിനെ സെമിയിൽ തോൽപ്പിച്ചാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. ക്വാർട്ടറിലെ ആവർത്തനം കണ്ട സെമിയിൽ 2 റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സിൻ്റെ ബലത്തിലാണ് കേരളം ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചത്. കേരളം ഉയർത്തിയ 457 റൺസിനെതിരെ 5 റൺസിന് പുറത്തായി. ചരിത്രത്തിലാദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിക്കുന്നത്. നേരത്തെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എന്ന നിലയിൽ അവസാന ദിനം ക്രീസിലിറങ്ങിയ ഗുജറാത്തിൻ്റെ 2 വിക്കറ്റുകൾ കൂടി തുടക്കത്തിലെ വീഴ്ത്തി 9 വിക്കറ്റിന് 449 എന്ന സ്കോറിലെത്തിച്ചു. കളി കൈവിട്ടു പോകുമെന്ന് കരുതിയ നിമിഷത്തിൽ ലീഡ് നേടാൻ 3 റൺസ് മാത്രം ശേഷിക്കെ ആദിത്യ സർവാദയുടെ പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച നാഗസ്വാലയുടെ സ്ലോഗ് സ്വീപ്പ് ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ തട്ടി സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു. കേരളത്തിൻ്റെ മുഹമ്മദ് അസറുദ്ദീൻ പുറത്താകാതെ നേടിയ 149 റൺസിൽ പടുത്തുയർത്തിയ 457 റൺസാണ് കേരളത്തിൻ്റെ ഫൈനൽ പ്രവേശനത്തിന് തുണയായത്. ജലജ് സക്സേനയും സർവാദയും 4 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ഏകദിനത്തിലെ ക്ലൈമാക്സിനെ വെല്ലുന്ന ആവേശം കണ്ട മത്സരത്തിൽ അവസാനം കേരളം വിജയതീരമണയുകയായിരുന്നു. ആദ്യത്തെ സർവാദയുടെ പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച നാഗസ്വാലയുടെ സ്ലോഗ് സ്വീപ്പ് ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ തട്ടി സ്ലിപ്പിൽ ഫീൽഡ് ചെയ്ത ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു. നാടകീയതയെ വെല്ലുന്ന ഫിനിഷിംഗ്. അതോടെ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് നേടി ഫൈനലിലേക്ക് പ്രവേശിക്കാമെന്ന ഗുജറാത്തിൻ്റെ മോഹങ്ങൾക്ക് തിരശ്ശീല വീണു. കേരളത്തിൻ്റെ ചരിത്ര ഫൈനലിനെ ആരാധകർ അത്യന്തം ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. ഒപ്പം വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.